നമസ്കാരം. തലസ്ഥാനത്തെ ഡി സി സിക്ക് അഥവാ തിരുവനന്തപുരം ഡി സി സിയിലെ നേതാക്കന്മാർക്ക് എന്തേ മുസ്ലിങ്ങളോടും ഈഴവരോടും ഇത്ര അയിത്തം എന്ന് ഞാൻ ചോദിച്ചതല്ല. ചോദിക്കുന്നത് കഴക്കൂട്ടം മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഇങ്ങനെ ഒരു ചോദ്യം നേരിട്ട് എൻ്റെ അടുത്ത് വന്നു. അതിനെ സംബന്ധിച്ചുള്ള ചില വിശദാംശങ്ങൾ അവർ പങ്കുവച്ചു. അത് വളരെ കൃത്യമാണെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഈ നിലയ്ക്കൊരു ചോദ്യമായിട്ട് തന്നെ അത് ജനങ്ങളോട് പറയുന്നത്. അതായത് ഈഴവ കമ്മ്യൂണിറ്റിയോടും മുസ്ലിം കമ്മ്യൂണിറ്റിയോടും കഴക്കൂട്ടം മണ്ഡലം, അതായത് നഗരസഭയിലെ 22-23 വാർഡുകൾ ചേരുന്നതാണ് കഴക്കൂട്ടം മണ്ഡലം. ഇതുപോലെയാണ് 4 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഈ തിരുവനന്തപുരം നഗരസഭ ഉൾപ്പെടുന്നത്. അത് കഴക്കൂട്ടം മണ്ഡലത്തിലേക്ക് വരുമ്പോൾ 1-ാം വാർഡ് തൊട്ട് തുടങ്ങുന്നു, 23-ാം വാർഡ് വരെ കഴക്കൂട്ടം കോൺസ്റ്റിറ്റ്യുവൻസിക്ക് കീഴിലുള്ള നഗരസഭാ വാർഡുകളാണ്. ഇതിനകത്താണ് ഏകദേശം ഭൂരിപക്ഷം സീറ്റുകളിലെയും സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചപ്പോൾ ഒരു ഈഴവനും മുസ്ലിങ്ങൾ 0. അതെന്താണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്? ഇത് പറഞ്ഞു തന്നത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് അവർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഈ കഴക്കൂട്ടം മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥി നിർണയം അല്ലെങ്കിൽ അതിന്റെ ലിസ്റ്റ് നൽകുന്നത് 2 പ്രധാനപ്പെട്ട ബാങ്ക് പ്രസിഡന്റുമാർ ചേർന്നാണ്. അതായത് ഈ കഴക്കൂട്ടം മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 2 കോൺഗ്രസ് അനുകൂല സർവീസ് സഹകരണ ബാങ്കുകളുണ്ട്. ഒന്ന് ചെമ്പഴന്തി സർവീസ് സഹകരണ ബാങ്ക്, അതിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തി അദ്ദേഹമാണ് നിലവിൽ ബ്ലോക്ക് പ്രസിഡന്റ് ആയിട്ടുള്ള പ്രസന്നകുമാർ. മറ്റൊന്ന് കഴക്കൂട്ടം സർവീസ് സഹകരണ ബാങ്ക്, അതിന്റെ പ്രസിഡന്റ് ആയിട്ട് കഴിഞ്ഞ കുറെ കാലമായിട്ടിരിക്കുന്ന പുരുഷോത്തമൻ നായർ. ഇവർ ചേർന്ന് ഒരു ലിസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. എങ്ങനെ ലിസ്റ്റ്? ചെമ്പഴന്തി സർവീസ് സഹകരണ ബാങ്കിലുള്ള 4 പേർ സ്ഥാനാർത്ഥി. ഒന്ന് ആലോചിക്കുക, ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്ന 4 പേരെ. കാര്യം ഞങ്ങളാണല്ലോ ഈ ഫണ്ട് പ്രൊമോട്ടർമാർ, അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കേണ്ടി വരും. അങ്ങനെയാണ് ഈഴവർക്ക് ഭൂരിപക്ഷമുള്ള മേഖലയിലും, അതായത് ഈ ചെമ്പഴന്തി ഉൾപ്പെടെയുള്ള ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലവുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലെ കോൺഗ്രസ്സുകാരാണ് ഇതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ പങ്കുവച്ചത്. ഇത് പോരാഞ്ഞിട്ട് ഈഴവ കാൻഡിഡേറ്റുകളുടെ പ്രാതിനിധ്യത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോ KPCC നിന്ന് കിട്ടിയ മറുപടി ഈഴവക്കരുടെ വോട്ട് മുഴുവൻ LDF-നാണല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് സീറ്റ് തരുന്നത്? അതായത് കോൺഗ്രസ് പാർട്ടിയിലുള്ള ഈഴവർക്ക് നിങ്ങളുടെ വോട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതിനകത്ത് പ്രാതിനിധ്യമില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ്. SC/STക്ക് റിസർവേഷൻ ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. അതിനപ്പുറത്തേക്ക് ഏകദേശം സീറ്റുകളിൽ ഭൂരിപക്ഷവും NSSകാർക്ക് അങ്ങ് വീതിച്ചു കൊടുത്തിരിക്കുകയാണ്. തലസ്ഥാന DCCയെ കുറിച്ച് തന്നെ വലിയ ആരോപണമുണ്ടല്ലോ. ഒരു നായർ സർവീസ് സൊസൈറ്റി എന്ന് പേരിടാമെന്നുള്ള ഒരു ആക്ഷേപമുണ്ട്. കാര്യം ആ നിലയ്ക്കാണ് തലസ്ഥാനത്തെ വാലുള്ള നേതാക്കന്മാർ തമ്മിൽ തിരഞ്ഞെടുക്കുന്ന സ്ഥാനാർത്ഥി പട്ടിക എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും മത്സരിക്കാൻ ഉത്തമന്മാർ ഞങ്ങളാണ്, ബാക്കിയുള്ള വിഭാഗക്കാരൊന്നും മത്സരിച്ചാൽ ശരിയാവില്ല. ആ നിലയ്ക്കാണ് ഈ രീതിയിലുള്ള സ്ഥാനാർത്ഥി പട്ടിക പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് ആക്ഷേപം ഉയർന്നിരിക്കുന്നത് ചേങ്കോട്ടുകോണം വാർഡിൽ മത്സരിക്കുന്ന സരിത VI ബാങ്ക് എംപ്ലോയി ആണ്. നേരത്തെ പറഞ്ഞ പ്രസന്നകുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ ബാങ്കിലെ ജോലിക്കാരായിട്ടുള്ള ചിലരാണ് ഈ പറയുന്ന ലിസ്റ്റുകളിലൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നത്. R പ്രദീപ്, അദ്ദേഹം ഞാണ്ടൂർക്കോണം വാർഡിലാണ് ജനവിധി തേടുന്നത്. ഇത് പോരാഞ്ഞിട്ട് കാര്യവട്ടത്ത് ജയന്തി, അത് അവർ ബാങ്ക് എംപ്ലോയി ആണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടറിയില്ല. പിന്നീട് പൗടിക്കോണം വാർഡിൽ ഗാന്ധി സുരേഷ്, സൈനിക് സ്കൂൾ വാർഡിൽ രവീന്ദ്രൻ നായർ, ദെൻ ചന്തവിള വാർഡിൽ സിമി S തുടങ്ങി ആ പട്ടിക ഇങ്ങനെ നീണ്ടു പോകുന്നു എന്ന ആക്ഷേപം ഉണ്ടാകുകയാണ്. അതെന്താണ് ഈ നാട്ടിൽ ഈ ജാതിപരമായിട്ടുള്ള വീതം വെപ്പ് ഉണ്ടാകുന്നത്? രാഷ്ട്രീയത്തിൽ ജാതിപരം ഒന്നും പരിഗണിക്കുന്നില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ സകല ഇടങ്ങളിലും അവർക്ക് തന്നെ മത്സരിക്കണം എന്നുള്ളത് ആരാണ് ഉറപ്പാക്കുന്നത്? അതിനുവേണ്ടി 2 ബാങ്ക് പ്രസിഡന്റുമാർ ചേർന്ന് ഒരു ലിസ്റ്റ് കൊടുത്താൽ DCC ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിപ്പോ ചെമ്പഴന്തി വായിരിക്കുന്ന പ്രദേശത്ത് പോലും SNDPക്ക് പ്രാതിനിധ്യം കൊടുത്തിട്ടില്ല എന്നുള്ള ആക്ഷേപം ഉയർന്നു വരുന്നുണ്ടെങ്കിൽ ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അത് കേൾക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ അവഗണനയ്ക്കെതിരെ SNDPയുടെ വലിയൊരു വിഭാഗം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർ പ്രചരണ പ്രവർത്തനങ്ങൾക്കോ കോൺഗ്രസുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അവർ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അവർ തിരഞ്ഞെടുപ്പ് പ്രക്രിയകളെല്ലാം ബഹിഷ്കരിച്ചിരിക്കുകയാണ്. ഇത്രയും കാലം ഈ പാർട്ടിക്ക് വേണ്ടി വിയർപ്പൊഴുക്കിയ പലരെയും ഈ ബാങ്ക് പ്രസിഡന്റുമാർ എന്ന മാടമ്പികൾ പരിഗണിച്ചില്ല എന്നാണ് ഇവർ ഉന്നയിക്കുന്ന ആക്ഷേപം. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ കുറെ കാലമായി ഈ പാർട്ടിക്ക് വേണ്ടി വിറക് കീറുകയും വെള്ളം കോരുകയും ചെയ്ത പല അർഹരായിട്ടുള്ളവരെ വെട്ടിനിരത്തിക്കൊണ്ടാണ് സ്വന്തം അനുയായികളായിട്ടുള്ളവർക്കെല്ലാം സീറ്റ് വിഭജിച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് വലിയ അമർഷത്തിനിടയാക്കിയിട്ടുണ്ട്. ഒന്ന് ആലോചിക്കുക, 23 സീറ്റിൽ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് തരം അവസ്ഥയാണത്? ഇവിടെ മത്സരിക്കാൻ മുസ്ലിം ഇല്ലയോ? ആകെ ഒരു ഈഴവ പ്രാതിനിധ്യമുള്ളത് 1-ാം വാർഡിൽ MS അനിലാണ്. നേരത്തെ MS അനിൽ അവിടെ മത്സരിക്കുന്നില്ല എന്ന് അറിയിച്ചതിന് ശേഷം ഒടുവിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹത്തെ നിർബന്ധപൂർവ്വം മത്സരരംഗത്തേക്ക് ഇറക്കിയത്. അല്ലെങ്കിൽ ചിലപ്പോൾ ആ പ്രാതിനിധ്യം ഉണ്ടാകില്ല എന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയാണ്.
ഈ രീതിയിൽ ഈഴവ വിഭാഗത്തെയും ന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള മുസ്ലിങ്ങളെയും പരസ്യമായി അവഗണിച്ചതിന്റെ പേരിൽ വലിയ തോതിലുള്ള കാലുവാരലാണ് UDF നേരിടേണ്ടി വരുന്നത്. അതായത് പ്രവർത്തകർ തന്നെ വലിയ അമർഷത്തിലാണ്. ഈ രീതിയിലുള്ള അവഗണനകൾ നേരിട്ടുകൊണ്ട് ഈ പാർട്ടിയിൽ തുടരാൻ കഴിയില്ല എന്നുള്ള അഭിപ്രായം ചിലർ പങ്കുവയ്ക്കുന്നുണ്ട്. ഈ നിലയ്ക്ക് കഴക്കൂട്ടം മണ്ഡലത്തിന് കീഴിലെ നഗരസഭാ വാർഡുകൾ ഒന്നടങ്കം ഇഷ്ടക്കാർക്ക് വിഭജിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് നേതാക്കന്മാർക്ക് മേൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ജാതി മത സംഘടനകൾക്ക് മാത്രം വിഭജിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്നാൽ ഈ രീതിയിൽ ഇടപെടാൻ കഴിയാത്ത നേതാക്കന്മാർ ഉള്ളത് കൊണ്ട് തന്നെ SNDP മുസ്ലിങ്ങളെയും വെട്ടി വെയിലത്തു വെച്ചു എന്നാണ് ആരോപണം. അതിന് മുരളീധരൻ നേതൃത്വം നൽകിയ മുരളീധരനാണല്ലോ ഇത്തവണ നഗരസഭയുടെ ചുമതല ഉണ്ടായിരുന്നത്. അവരെല്ലാം കൂടി ചേർന്ന് അവരുടെ ആൾക്കാർക്ക് പങ്കിട്ടെടുത്തു എന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ നേരത്തെ മത്സരിച്ചിരുന്ന ചിലർ പോലും പാർട്ടി വിട്ട് BJP പോകാൻ ഒരുങ്ങുന്നു എന്നുള്ള ചില പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട്. ഇത്തരം അസ്വസ്ഥതകളല്ല അർഹതപ്പെട്ടവർക്കാണ് സീറ്റ് കൊടുക്കേണ്ടിയിരുന്നത്. അല്ലാതെ ബാങ്ക് പ്രസിഡന്റ് ആയിട്ടുള്ളവർ ഒരു ലിസ്റ്റ് നിർമ്മിച്ച് അവരുടെ ആൾക്കാരെ മത്സരിപ്പിച്ചുകൊണ്ട് ഈ 2020 മാതൃകയിൽ ബാങ്കിന്റെ ആൾക്കാരെ എല്ലാം ഒരു കൗൺസിലർമാരാക്കി അവരിലൂടെ ബാങ്കിനെയും കൂടി വളർത്താൻ ശ്രമിക്കുന്ന രീതി അത് വച്ച് വാഴിക്കാൻ പറ്റുന്ന രീതിയല്ല എന്ന് കോൺഗ്രസുകാർ തന്നെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ വിവരങ്ങൾ അവർ തന്നെ പങ്കുവെച്ച് വരുമ്പോൾ അത് ചില പത്രമാധ്യമങ്ങളിൽ വാർത്തയായിട്ട് വരുമ്പോൾ കോൺഗ്രസുകാർക്കുള്ളിലെ അതൃപ്തി തന്നെയാണ് അത് വളരെ കൃത്യമായി തെളിയിക്കുന്നത്. ഇതൊക്കെ പരിഗണിച്ചിട്ട് വേണ്ട മുരളീധര ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാൻ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിമർശനങ്ങൾ വരും ദിവസങ്ങളിൽ വലിയ പൊട്ടിത്തെറിയാണ് കോൺഗ്രസിനകത്ത് ഉണ്ടാക്കാൻ പോകുന്നത്. കോൺഗ്രസ് നഗരസഭയിലേക്ക് വലിയ മുന്നേറ്റം നടത്താൻ വേണ്ടി വലിയ ശക്തമായിട്ടുള്ള മത്സരങ്ങൾ ഏറ്റവും അനുയോജ്യരായിട്ടുള്ള കാൻഡിഡേറ്റുകളെ അണിനിരത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്ന് അവകാശപ്പെടുമ്പോൾ മറുവശത്ത് ഉയർന്നു വരുന്ന ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ര ശരിയായിട്ടുള്ള ആരോപണങ്ങളല്ല. ചില വിഭാഗങ്ങളെല്ലാം കണ്ണടച്ച് അവഗണിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിനെ സംബന്ധിക്കുന്നിടത്തോളം വലിയ തിരിച്ചടി ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ച് പറഞ്ഞു വെക്കാനുള്ളത്.